ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. HMPV ബാധ ആശങ്കയില്ലാതെ ചെറുത്തു നിൽക്കാം. HMPV അഥവാ ഹ്യൂമൺ മെറ്റാന്യൂമോ വൈറസ് ഇന്ത്യയിലും ഈയിടെ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ COVID-19 പോലെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും ലോകാരോഗ്യ സംഘടനയും വ്യക്തമാക്കിയിട്ടുണ്ട്. എങ്കിലും ജാഗ്രത പുലർത്തേണ്ടതുണ്ടെന്ന് നിർദ്ദേശിക്കുന്നു. ചൈനയിൽ പ്രത്യക്ഷപ്പെട്ട ഹ്യൂമൺ മെറ്റാന്യൂമോ വൈറസ് അപകടകാരിയല്ല എന്നാണ് ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. സാധാരണ ജലദോഷം പോലെ സമാനമായ ലക്ഷണങ്ങളാണ് ഇത്തരം വൈറസ് ബാധയ്ക്കും ഉണ്ടാകുന്നത്. എന്നാൽ കുട്ടികൾ, ഗർഭിണികൾ, പ്രായമേറിയവർ എന്നിവരെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രതിരോധശേഷി കുറഞ്ഞവരിൽ ഇത് മറ്റ് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളിലേക്ക് നയിക്കാവുന്നതുമാണ്. ഇന്ത്യയിൽ പുതുച്ചേരി, ഗുജറാത്ത്, ആസാം, മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിലായി 15ഓളം കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. HMPV വൈറസ് ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്ന വൈറസ് അല്ല എന്നും 2001 ആദ്യമായി റിപ്പോർട്ട് ചെയ്തതെന്നും ഏത് വിധത്തിലുള്ള അടിയന്തര സാഹചര്യവും നേരിടാൻ നമ്മുടെ ആരോഗ്യ സംവിധാനം പ്രാപ്തമാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ പറഞ്ഞു. Health experts have clarified that HMPV virus is not a new virus. It was first identified in 2001 and it has been circulating in the entire world since many years. HMPV spreads through the air by way of respiration. This can affect persons of all age groups. The virus spreads more during the winter and the early spring months. On recent reports, the cases of HMPV in China, the Health Ministry, the Indian Council for Medical Research and the National Center for Disease Control are keeping a close watch on the situation in China as well as in the neighboring countries. WHO has taken cognizance of the situation and will share their report shortly with us. The country data for respiratory viruses available with Indian Council for Medical Research, ICMR, and the Integrated Disease Surveillance Program has also been reviewed and no surge in any of the common respiratory viral pathogens is observed in India. Joint Monitoring Group meeting was held under the chairmanship of Director General for Health Services on 4th of January 2025 to review the situation. The health systems and surveillance networks of the country remain vigilant, ensuring the country is ready to respond promptly to any emerging health challenges. There is no reason to worry. We are closely monitoring the situation. HMPVയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പിന്റെ ഉന്നതതല യോഗം ചേർന്ന് നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി. 2001 മാത്രമാണ് HMPV വൈറസിനെ കണ്ടെത്തിയതെങ്കിലും കഴിഞ്ഞ 50 വർഷത്തിൽ കൂടുതലായി ലോകത്തിന്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലും ഈ വൈറസ് പ്രത്യേകിച്ചും കുട്ടികളിൽ കാണപ്പെടുന്നു എന്നും കരുതപ്പെടുന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്ത്യയിലും കാണപ്പെടുന്ന ഒരു വൈറസാണ് ഇതെന്ന് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും ഇല്ലെന്നും വൈറസിന് ജനിതകമാറ്റം ഉണ്ടെന്ന് ലോകാരോഗ്യ സംഘടന സ്ഥിരീകരിച്ചിട്ടില്ലെന്നും മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. HMPV സംബന്ധിച്ച് പ്രചരിക്കുന്ന വാർത്തകളിൽ ഭൂരിപക്ഷ വാർത്തകളും തെറ്റാണ് എന്നുള്ളതാണ് ആദ്യമേ പറയാനുള്ളത്. പ്രത്യേകിച്ച് ചില മാധ്യമങ്ങളിൽ ഇത് ആദ്യമായിട്ട് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തു, കണ്ടെത്തിയിരിക്കുന്നു എന്നൊക്കെ മട്ടിലുള്ള വാർത്തകൾ വന്നു. അത് തെറ്റാണ്. കേരളത്തിൽ ഉൾപ്പെടെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ വൈറസ് നേരത്തെ തന്നെ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. 2001 ലോകത്ത് ആദ്യമായിട്ട് ഇത് കണ്ടുപിടിക്കുന്നത്. പക്ഷെ അതിന് 50 വർഷം മുൻപ് തന്നെ ലോകത്ത് ഇത് ഉണ്ട് അല്ലെങ്കിൽ ഈ വൈറസ് മൂലമുള്ള ജലദോഷവും പനിയൊക്കെ ഉണ്ട് എന്നുള്ളതാണ്
ശാസ്ത്രലോകം പറയുന്നത്. ഇപ്പോൾ കേരളത്തിന്റെ സ്ഥിതി പരിശോധിച്ചാൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട്. ഇപ്പോൾ കേരളത്തിന്റെ സ്ഥിതി പരിശോധിച്ചാൽ നമുക്ക് പരിശോധനാ സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് IAV ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജി 2023-24 വർഷം, കാരണം ഈ IAV പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം നമ്മൾ സാമ്പിൾസ് അയക്കുമല്ലോ, ആ സാമ്പിൾസ് അയക്കുമ്പോൾ പരിശോധിച്ചതിൽ 11 കേസസ്, അത് സാമ്പിൾ സൈസ് വളരെ കുറവാണെന്നുള്ളത് കാണും. അപ്പോൾ 11 കേസ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലാബ് ഇത് റെസ്പിറേറ്ററി പാനൽ നമ്മൾ പരിശോധിക്കുമ്പോൾ റെസ്പിറേറ്ററി പാനലിന്റെ പരിശോധനയിൽ ഇത് നമ്മൾ പരിശോധിക്കാറുണ്ട്. അപ്പോൾ പല തവണ നമുക്ക് നേരത്തെ തന്നെ ഇത് കണ്ടെത്തിയിട്ടുള്ള ഒരു വൈറസാണ്. അപ്പോൾ ഒരു തരത്തിലും ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് ഒരിക്കൽ കൂടി വ്യക്തമായി പറയാനുള്ളത്. നമ്മൾ പൊതുസമൂഹത്തിൽ ഒരു ആശങ്ക വേണ്ടതില്ല, നമുക്ക് കാരണം അനാവശ്യമായിട്ടൊരു ആങ്സൈറ്റി അല്ലേ ഇത് ഉണ്ടാക്കുന്നത്. HMPV ബാധിച്ചാൽ ഗുരുതരമാകാൻ സാധ്യതയുള്ള പ്രായമായവർ, കുഞ്ഞുങ്ങൾ, ഗർഭിണികൾ, ഗുരുതര രോഗമുള്ളവർ, കിടപ്പ് രോഗികൾ, ശ്വാസകോശ സംബന്ധമായ രോഗലക്ഷണമുള്ളവർ എന്നിവർ ശ്രദ്ധിക്കേണ്ടതാണ്. മാസ്ക് ധരിക്കുന്നതാണ് രോഗം വരാതിരിക്കാൻ അഭികാമ്യമായ ഒരു മാർഗം. ശ്വാസകോശ അണുബാധ ഉള്ളവരിൽ നിന്നും അകലം പാലിക്കുന്നത് നല്ലതായിരിക്കും. രോഗലക്ഷണങ്ങളിൽ സംശയം തോന്നുന്നുവെങ്കിൽ ചികിത്സ തേടേണ്ടതാണ്. HMPVക്ക് പ്രത്യേക വാക്സിനോ ചികിത്സാ രീതികളോ ഇല്ലാത്തതിനാൽ രോഗപ്രതിരോധ ശക്തി നിലനിർത്തുക എന്നതാണ് പ്രധാനം. ആരോഗ്യ വിദഗ്ധനായ ഡോക്ടർ രാജീവ് ജയദേവൻ. ഇത് ഒരു പുതിയ വൈറസ് അല്ല, ഇത് ഒരു പുതിയ മഹാമാരിയല്ല, ഇത് ചൈനയിൽ നിന്നും വന്നതുമല്ല. എല്ലാ രാജ്യങ്ങളിലും പതിറ്റാണ്ടുകളായിട്ട് സർക്കുലേറ്റ് ചെയ്യുന്ന, നമുക്ക് എല്ലാവർക്കും തന്നെ കുട്ടിക്കാലത്ത് വന്നിട്ടുമുള്ള ഒരു വൈറസിനെ പറ്റിയാണ് ഇപ്പോൾ ഒരു പുതിയ വൈറസ് എന്നോണം പ്രസ്താവനകൾ ഇറക്കുന്നതും വാട്സാപ്പ് ഫോർവേഡുകൾ ഇറക്കുന്നതും. അത് നമുക്ക് തിരുത്തണം. ചൈനയിൽ ശൈത്യകാലത്ത് വലിയ തിരക്കാണ്, അത് എല്ലാ വർഷവും സംഭവിക്കുന്നതാണ്. എന്നാൽ ഈ വർഷം തിരക്ക് കുറവാണെന്നാണ് നമ്മൾ അറിയുന്നത്. വായുവിലൂടെ പകരുന്ന രോഗമാണ് HMPV. അതിനാൽ മാസ്ക് ഉപയോഗിക്കുന്നതും കൈകളുടെ ശുചിത്വവും പ്രധാനമാണ്. പരിസര ശുചിത്വവും വ്യക്തി ശുചിത്വവും പാലിക്കുക. ആശുപത്രിയിലെ അനാവശ്യ സന്ദർശനങ്ങൾ ഒഴിവാക്കുക. ആശുപത്രിയിൽ മാസ്ക് ഉപയോഗിക്കുക. തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും തൂവാല ഉപയോഗിച്ച് വായും മൂക്കും മറയ്ക്കേണ്ടതാണ്. മുറികളിൽ വായു സഞ്ചാരം ഉറപ്പാക്കുന്നത് വൈറസ് വ്യാപനം കുറയ്ക്കാൻ സഹായിക്കും. പ്രമേഹവും രക്തസമ്മർദ്ദവും നിയന്ത്രണ വിധേയമാക്കുക. ധാരാളം വെള്ളം കുടിക്കുക. രോഗലക്ഷണങ്ങൾ കണ്ടാൽ എത്രയും വേഗം ചികിത്സ തേടുക. കാസർഗോഡ് കേരള സർവകലാശാലയിലെ ബയോകെമിസ്ട്രി ആൻഡ് മോളിക്കുലാർ ബയോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാജേന്ദ്രൻ. യഥാർത്ഥത്തിൽ ഹ്യൂമൻ മെറ്റാന്യൂമ വൈറസ് ഒരു പുതിയ വൈറസ് അല്ല. അത് ആദ്യമായി കണ്ടെത്തുന്നത് 2001 നെതർലാൻഡിൽ വെച്ചാണ് ആദ്യം കണ്ടെത്തുന്നത്. ഒരു റെസ്പിറേറ്ററി സിൻസീഷ്യൽ വൈറസ് എന്ന വേറൊരു വൈറസ്, അത് ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ഒരു വൈറസാണ്. ഒരു കുട്ടിയിൽ നിന്നാണ് അത് ആദ്യമായി അന്ന് അതിനെ വേർതിരിച്ചെടുത്തത്, RSV, നമ്മുടെ മെറ്റാന്യൂമ വൈറസ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു പുതിയ വൈറസ് അല്ല, അങ്ങനെയുള്ള ഒരു പേടി നമുക്ക് ആവശ്യമില്ല. പക്ഷെ ഒപ്പം ജാഗ്രത വേണം. അത് പറയാൻ ചില കാരണങ്ങളുണ്ട്. ഹ്യൂമൻ മെറ്റാന്യൂമ വൈറസ് അതിൻ്റെ ജനിതകം വഴി അതിനെ ആദ്യമായി കണ്ടെത്തിയത് 2001 നെതർലാൻഡ് വെച്ചാണെങ്കിലും അതിന് മുമ്പ് തന്നെ 1958 മുതൽ ഇതിൻ്റെ സിറോളജിക്കൽ പ്രസൻസ് കണ്ടെത്തിയിട്ടുണ്ട്. അതിനുള്ള റെഫറൻസുകളുണ്ട് നമ്മുടെ മെഡിക്കൽ ഹിസ്റ്ററിയിൽ. നമ്മളിൽ പലർക്കും നമ്മുടെ ചെറിയ പ്രായത്തിൽ കുട്ടികളായിരിക്കുമ്പോൾ ഈ വൈറസ് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടാവാം. ആ വൈറസ് അതേപോലെ തന്നെ ആ ഇൻഫെക്ഷന് ശേഷം നമുക്ക് അതിനുള്ള രോഗപ്രതിരോധ ശക്തി ഉണ്ടായിട്ടുണ്ടാവാം. അതുകൊണ്ട് അത് വന്നു പോകുന്ന പനിയുടെ കൂടെയുള്ള ഒരു വൈറസാണ്. ഇപ്പോൾ പലപ്പോഴും നമുക്കറിയാം, പനി സീസണിൽ മിക്കപ്പോഴും ചെയ്യുന്ന സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻ്റ് ആണ്, അതായത് അതിനുള്ള സപ്പോർട്ടീവ് കെയർ ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പം ഹ്യൂമൻ മെറ്റാന്യൂമ വൈറസ് ചെറിയ കുട്ടികളിലാണ് ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുക. ഇത് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ ആണ് പൊതുവെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ പനി, പിന്നെ മൂക്കടപ്പ്, തൊണ്ടവേദന, ശരീരവേദന, ഇങ്ങനെയുള്ള സാധാരണ വൈറൽ ഫീവറിന്റെ ലക്ഷണത്തോടു കൂടി ആയിരിക്കും വരിക. 3-4 ദിവസത്തിനകം കംപ്ലീറ്റ് രോഗവിമുക്തരാകും. ചില കേസിൽ ഈ വൈറസ് അത് പ്രത്യേകിച്ച് ചെറിയ കുട്ടികളിലും പ്രായമായവരിലുമാണ് പ്രശ്നം ഉണ്ടാക്കുക. 60 വയസ്സൊക്കെ കഴിഞ്ഞവർക്കും 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊക്കെയാണ് ഇത് പ്രശ്നം ഉണ്ടാക്കുക. ചെറിയ കുട്ടികളിൽ ഇതിനുള്ള രോഗപ്രതിരോധ ശക്തി ഇല്ലെന്ന് നമുക്കറിയാം. അപ്പോൾ ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ ഇൻഫെക്ഷൻ നടക്കുകയും അത് ന്യൂമോണിയ ആയി മാറുകയും
പ്രശ്നങ്ങളോ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ മുതിർന്നവരിൽ ഇതേപോലുള്ള ന്യൂമോണിയ വരാൻ സാധ്യതയുണ്ട്. രോഗപ്രതിരോധ ശക്തി കുറഞ്ഞ ആൾക്കാരിലാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളത്. പൊതുവേ നമ്മൾ ചില മെഡിസിൻസ് കഴിക്കുന്നുണ്ടെങ്കിൽ, കീമോതെറാപ്പി ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ മെറ്റാന്യൂമോ വൈറസ് കൊണ്ടുണ്ടാകുന്ന ന്യൂമോണിയ കുറച്ചും കൂടി തീവ്രമാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ COPD പേഷ്യൻസിനൊക്കെ. പിന്നെ ചെറിയ കുട്ടികൾ പ്രത്യേകിച്ച് പൂർണ്ണ വളർച്ച ആവാതെ പ്രീമച്യൂർ ബർത്ത് സംഭവിക്കുന്ന കേസിൽ വളരെ കെയർഫുൾ ആവേണ്ടതാണ്. അത് നമുക്കറിയാം, അതിനുള്ള ക്ലിനിക്കൽ പ്രോട്ടോകോൾ അവൈലബിൾ ആണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് ഒരു പുതിയ വൈറസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. രോഗം ബാധിച്ച വ്യക്തികളുമായി നേരിട്ട് സമ്പർക്കത്തിൽ വരികയോ വൈറസ് ബാധിച്ച വസ്തുക്കളിൽ സ്പർശിക്കുന്നതിലൂടെയോ രോഗം പകരാവുന്നതാണ്. വൈറസ് സാന്നിധ്യമുള്ള പ്രതലങ്ങളിൽ സ്പർശിച്ച ശേഷം വായിലോ മൂക്കിലോ സ്പർശിക്കുന്നതും രോഗാണുബാധയുണ്ടാകാൻ കാരണമായേക്കാം. വൈറസ് ബാധയുണ്ടായാൽ 3 മുതൽ 6 ദിവസം വരെയാണ് അതിന്റെ ഇൻക്യുബേഷൻ സമയം. ഡോക്ടർ രാജേന്ദ്രൻ തുടരുന്നു. ഇതിന്റെ പകർച്ച എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ ആദ്യമായി നോക്കേണ്ടത്. ചുമ, തുമ്മൽ എന്നിവയിൽ നിന്നുള്ള സ്രവങ്ങളിലാണ് കൂടുതൽ ഇത് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത. അതുപോലെ തന്നെ നമ്മൾ കോവിഡ് കാലഘട്ടത്തിൽ എന്തൊക്കെയാണോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്, അതായത് 20 സെക്കൻഡോളം സോപ്പ് ഉപയോഗിച്ച് നന്നായി കൈ കഴുകുക. ഏതെങ്കിലും പ്രതലത്തിൽ നമ്മളിങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വൈറസിൻ്റെ ഇതുപോലെ സ്രവങ്ങളോ വല്ലതും ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് പൊതുസ്ഥലങ്ങളിൽ ആ കൈ കഴുകാതെ നമ്മൾ കണ്ണിലോ മൂക്കിലോ വായിലോ സ്പർശിക്കാതിരിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വൈറസ് ബാധ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചുമക്കുമ്പോഴും തുമ്മുമ്പോഴും നമുക്ക് പനിയോ വല്ലതും ഉണ്ടെങ്കിൽ മൂക്കും നന്നായി മൂടാൻ ശ്രമിക്കണം. നല്ല പനി ഉണ്ടെങ്കിൽ റെസ്റ്റ് എടുത്ത് കംപ്ലീറ്റ് പനി മാറിയ ശേഷം നമ്മൾ ജോലിക്ക് പോവുകയോ മറ്റു കാര്യങ്ങൾ ഏർപ്പെടുകയോ ചെയ്യാം. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരിക്കലും ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരമല്ലാതെ HMPV ഉണ്ടെന്ന് പേടിച്ചുകൊണ്ട് വീട്ടിലിരുന്നു കൊണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യരുത്. പ്രത്യേകിച്ച് ആൻറ്റിബയോട്ടിക്കുകളൊന്നും എടുത്ത് ഉപയോഗിക്കരുത്. ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒരു വാക്സിനോ സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിവൈറൽ ഡ്രഗോ ലഭ്യമല്ല. ഇത് സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റാണ് ഡോക്ടേഴ്സ് ചെയ്യുക. HMPV ഇൻക്യുബേഷൻ പീരീഡ് 3 മുതൽ 5 ദിവസം വരെയാണ്. ഇൻഫെക്ഷൻ കിട്ടിയിട്ട് 3 മുതൽ 5 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ രോഗലക്ഷണം ഉണ്ടാവുക നമ്മുടെ ശരീരത്തിൽ. അത് കഴിഞ്ഞിട്ടുള്ള കാലയളവിൽ നമ്മളത് മറ്റുള്ളവർക്ക് പകർത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പനി വരുമ്പോൾ മറ്റുള്ളവരിലേക്ക് അത് പകരാതെ കൂടുതൽ ജാഗ്രത പാലിക്കുക. HMPV ബാധ ശ്രദ്ധിച്ചാൽ ഒഴിവാക്കാവുന്നതാണ്. ആശങ്കപ്പെടാതെ ജാഗ്രതയാണ് ആവശ്യം. ആരോഗ്യവകുപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ്. ഏതൊരു വൈറസ് രോഗവും പിടിപെടുന്നതും പടർന്നു പിടിക്കുന്നതും വൈറസിന് വളരാനുള്ള അനുകൂല സാഹചര്യം ഉണ്ടാകുമ്പോഴാണ്. അത്തരം സാഹചര്യം ഇല്ലാതാക്കുക. വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും ആരോഗ്യകരമായ ഭക്ഷണശീലം മുതലായവയിലൂടെ ഏത് വൈറസിനെയും ചേർത്ത് നിൽക്കാനാകും. കോവിഡ് മഹാമാരിയെ കൂട്ടായ ശ്രമങ്ങളിലൂടെ നിയന്ത്രണ വിധേയമാക്കിയ നമ്മുടെ ആരോഗ്യ സംവിധാനത്തിനും നമുക്കും HMPVയെയും അതിജീവിക്കാനാകും. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം മയൂഷ AM. തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനീഷ് വിതുര. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.